പത്മപ്രിയ. പത്മ കിടന്നു കഴിഞ്ഞതും കാർത്തിയും കട്ടിലിന്റെ ഇപ്പുറത്തെ വശത്തായി കിടന്നു. ഇന്നലെ വരെ താൻ ഈ മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു. ഇന്നിപ്പോൾ പുതിയൊരാൾ. നാലാള് കാണെ താൻ താലി ചാർത്തി കൂടെ കൊണ്ടുവന്ന തൻ്റെ നല്ല പാതി. തൻ്റെ ജീവിതം മുഴുവനും തനിക്ക് തുണയായി ഈശ്വരൻ കരുതി വെച്ച പെണ്ണ്. തൻ്റെ സ്വന്തം. ഒരു കൈപ്പാടകലെ അവൾ ചെരിഞ്ഞു കിടന്നുറങ്ങുന്നത് കാർത്തി നോക്കി. ദേവികയെ മനസ്സിൽ നിന്നും പറിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എത്രയൊക്കെ ആയിട്ടും ആ ഒരു നൊമ്പരം തന്നെ വേട്ടയാടുന്നു. എന്നാലും ഇനി അവളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടമില്ല. പത്മയുടെ കണ്ണു നനയാൻ ഒരിക്കലും ഇടവരുത്തരുതേ, അതുമാത്രമായിരുന്നു കാർത്തിയുടെ പ്രാർത്ഥന. തൻ്റെ താലി ഏറ്റുവാങ്ങുമ്പോൾ സകല ദൈവങ്ങളെയും വിളിച്ച് ഇവൾ അപേക്ഷിച്ചത് കൺമുമ്പിൽ കണ്ടതാണ്. അവളുടെ അച്ഛൻ തൻ്റെ കൈകളിലേക്ക് ആ കൈകൾ ചേർത്ത് വെച്ചപ്പോൾ താൻ അറിഞ്ഞതാണ് അവളുടെ വിറയൽ. താൻ ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോഴും അവളുടെ നിഷ്കളങ്കമായ നോട്ടം ഇടയ്ക്കൊക്കെ പാറി വരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഓർത്തപ്പോൾ കാർത്തിയുടെ ചുണ്ടിൽ അറിയാതെ ഒരു ചിരി വിരിഞ്ഞു. പാവമാണ് തൻ്റെ പത്മ, ഒരുപാട് നന്മകളുള്ളവൾ. അവൻ മെല്ലെ പറഞ്ഞു. നാളെ പത്മയെയും കൂട്ടി അമ്പലത്തിൽ പോകണം. പുതിയൊരു തുടക്കം, ജീവിച്ചു തുടങ്ങണം. പത്മയോടൊപ്പം അവൻ തീരുമാനിച്ചു. എപ്പോഴോ അവൻ്റെ കണ്ണുകൾ നിദ്രയെ പുൽകി. ശ്രീഹരി പറഞ്ഞ വാക്കുകൾ കേട്ട് തറഞ്ഞിരിക്കുകയാണ് ദേവു. അവൾക്ക് തല പെരുത്തു വരുന്നുണ്ടായിരുന്നു. 2 കൈകളും കൊണ്ട് മുഖം മറച്ചു പിടിച്ചിരിക്കുകയാണവൾ. കണ്ണുനീർ കൈവിരലുകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്നു. അപ്പോൾ ശ്രീയേട്ടന് തന്നെ വിശ്വാസമില്ലേ? ഒക്കെ ശ്രീയേട്ടൻ കാരണമാണ്. ആ നിമിഷം ഓർക്കും തോറും അവൾക്ക് സ്ഥലകാല ബോധം നഷ്ടമായി. പ്രഭ വന്നു വാതിലിൽ മുട്ടി. ദേവു വാതിൽ തുറന്നു. കിടന്നില്ലേ മോളെ? ഇല്ലമ്മേ, പഠിക്കുമായിരുന്നു. നീ എന്താ പെട്ടെന്ന്, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അത് എക്സാം കഴിഞ്ഞുകൊണ്ടാണ്, അവൾ അമ്മയോട് കളവ് പറഞ്ഞു. നീ വാ, ഭക്ഷണം കഴിക്കാം. വേണ്ടമ്മേ, ശ്രീയേട്ടൻ്റെ ഒപ്പം ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചു. അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പ്രഭ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. മുറി അടച്ച് ലോക്കിട്ടിട്ട് അവൾ ബെഡിലേക്ക് ചെന്ന് വീണു. ഫോൺ എടുത്തു, വാട്സപ്പ് ഓണാക്കി. മീനൂട്ടി ഇട്ടിരുന്ന സ്റ്റാറ്റസ് കണ്ടപ്പോൾ അവളുടെ നെഞ്ച് വിങ്ങിപ്പൊട്ടി. കാർത്തിയേട്ടനോടൊപ്പം നിൽക്കുന്ന പെൺകുട്ടി. ഏട്ടൻ്റെ തോളിൻ്റെ ഒപ്പം പോലുമില്ല, ഒരു മന്ദഹാസത്തോടെ നിൽക്കുകയാണവൾ. പക്ഷേ കാർത്തിയേട്ടൻ്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി പോലുമില്ല. നിസ്സംഗ ഭാവമാണ്. ദേവൂട്ടിയുടെ മിഴികൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകുകയാണ്. പാവം കാർത്തിയേട്ടനെ ചതിച്ചതുകൊണ്ടാവും ഈശ്വരൻ തനിക്ക് ഇങ്ങനെ ഒരു വിധി തന്നത്. അവൾക്ക് തൻ്റെ ചങ്ക് പൊട്ടിപ്പോകും പോലെ തോന്നി. ഈശ്വര, എന്തൊരു ദുർവിധിയായിപ്പോയി എനിക്ക്. എങ്കിലും തോറ്റുകൊടുക്കുവാൻ ഭാവമില്ലാതെ അവൾ വീണ്ടും വീണ്ടും ശ്രീഹരിയെ വിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ നിരാശയായിരുന്നു ഫലം. ഭഗവാനെ, പരീക്ഷിക്കല്ലേ, അവൾ പ്രാർത്ഥിച്ചു. 5:30 ആയപ്പോൾ എന്നത്തെയും പോലെ കാർത്തി ഉറക്കം വിട്ടെഴുന്നേറ്റു. പെട്ടെന്ന് അവൻ തൻ്റെ വാമഭാഗത്തേക്ക് നോക്കി. പത്മ അവിടെയില്ല. അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റപ്പോൾ കണ്ടു ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്നവളെ. കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അവൻ വേഗം ലൈറ്റ് ഓൺ ചെയ്തു. പത്മ അവനെ നോക്കി പുഞ്ചിരിച്ചു. താൻ നേരത്തെ ഉണർന്നോ? ഉവ്വ, എല്ലാ ദിവസവും ഇങ്ങനെയാണ്. 5 മണിക്ക് മുന്നേ ഞാൻ എഴുന്നേൽക്കും. അവൾ തലമുടിയിലെ വെള്ളം തോർത്തിക്കൊണ്ട് പറഞ്ഞു. അവിടെ രാസനാദി കാണും, അല്പം എടുത്ത് നെറുകയിലിട്ടോളൂ. ഏയ് വേണ്ട മാഷേ, ഞാനാണെങ്കിൽ കൊച്ചിലെ മുതലേ ഈ സമയത്ത് കുളിക്കുന്നതാണ്. അപ്പോഴേക്കും കാർത്തി എഴുന്നേറ്റ് പത്മയുടെ അടുത്തേക്ക് വന്നു. പറയുന്നത് കേൾക്ക് പത്മ. വെള്ളം മാറി കുളിച്ചിട്ട് ഇനി എന്തെങ്കിലും ജലദോഷം പിടിച്ചാലോ? അവനത് പറയുകയും അവളെ 1-2 വട്ടം തുമ്മി. ഇപ്പോഴെങ്ങനെയുണ്ട് എന്ന ഭാവത്തിൽ കാർത്തി അവളെ നോക്കി. അവൾ അപ്പോൾ തന്നെ അവൻ പറഞ്ഞ പ്രകാരം അല്പം രാസനാദി എടുത്ത് നെറുകയിലിട്ടു. എന്നിട്ടും എന്തിനോ വേണ്ടി അവളുടെ കണ്ണുകൾ 4 പാടും തിരഞ്ഞു. എന്തേ? കാർത്തി അവളോട് ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് ചുമൽ ചലിപ്പിച്ചുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. വാതിൽക്കലെത്തിയതും കാർത്തി അവളെ വിളിച്ചു. പിന്തിരിഞ്ഞു നോക്കിയ പത്മയുടെ കണ്ണുകൾ തിളങ്ങി. കാർത്തിയുടെ കയ്യിൽ ഒരു കുങ്കുമച്ചെപ്പുണ്ടായിരുന്നു.
അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. അത് മേടിച്ച ശേഷം അല്പമെടുത്ത് അവൾ തൊട്ടു. എന്തോ വല്ലാത്ത ആത്മനിർവൃതി. ഒപ്പം കാർത്തിയുടെ മുഖത്തേക്ക് അവൾ നോക്കി. തൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞ ആളോട് വല്ലാത്ത ഒരു ആത്മബന്ധം ആണ് അവൾക്കപ്പോൾ തോന്നിയത്. കാലത്തെ അമ്പലത്തിൽ പോണം, 7:30 റെഡി ആയിക്കോളൂ, തന്നെ നോക്കി നിൽക്കുന്നവളോട് കാർത്തി പറഞ്ഞു. എന്നിട്ട് അവൻ ബാത്റൂമിലേക്ക് പോയി. പത്മ താഴേക്ക് വന്നപ്പോൾ അമ്മയും അച്ചമ്മയും ഒക്കെ അടുക്കളയിലുണ്ട്. ആ മോളെ, കുളിയൊക്കെ കഴിഞ്ഞു അല്ലേ? സീത പത്മയുടെ അടുത്തേക്ക് വന്നു. സീതയും കുളിയൊക്കെ കഴിഞ്ഞ് മുടി മുഴുവൻ വാരി ഉച്ചിയിൽ തോർത്തിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. മോൾക്ക് കാപ്പി തരാട്ടോ. അവളുടെ കവളിലൊന്ന് തട്ടിയിട്ട് സീത പറഞ്ഞു. അമ്മേ, ഞാൻ എടുത്തോളാം. അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി പത്മ പറഞ്ഞപ്പോൾ സീത ഫ്ലാസ്കിൽ നിന്നും ഒരു കപ്പിലേക്ക് കാപ്പി പകർന്നിരുന്നു. ഇവിടെ ഇരുന്ന് കുടിച്ചോളൂ കുട്ടിയെ, അച്ചമ്മ പറഞ്ഞപ്പോൾ അവൾ ഒരു കസേരയിൽ പോയിരുന്നു. അവൾ കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പോൾ സീത മറ്റൊരു കപ്പിലേക്ക് കാപ്പി എടുത്തു. മോളെ, ഇത് കാർത്തിക്ക് കൊണ്ടുപോയി കൊടുക്ക്. എല്ലാ ദിവസവും ഈ സമയത്ത് അവനൊരു കാപ്പി നിർബന്ധമാണ്. പഠിക്കുന്ന കാലം മുതലേ ഉള്ള ശീലമാണേ. സീത ചിരിച്ചുകൊണ്ട് പറഞ്ഞതും പത്മ അതും മേടിച്ച് മുറിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ കാർത്തി ഏതോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഷേ, അവൾ വിളിച്ചപ്പോൾ അവൻ മുഖമുയർത്തി നോക്കി. പത്മ അവിടെ കിടന്ന മേശയിലേക്ക് കാപ്പി വെച്ചു. അമ്മ തന്നു വിട്ടതാണ്, അവൾ പറഞ്ഞതും അവനൊന്ന് മൂളി. എടോ, താനെന്നാൽ ഒരുങ്ങിക്കോ, നമുക്ക് താമസിയാതെ പോയിട്ട് വരാം. ശരി മാഷേ, ഞാൻ അമ്മോടൊന്ന് പോയി പറഞ്ഞിട്ട് വരാമേ. അവൾ സീതയുടെ അരികിലേക്ക് പോയി. തിരികെ മുറിയിലെത്തിയപ്പോൾ കണ്ടു ഒരു കാവിമുണ്ട് ഉടുത്തുകൊണ്ട് നിൽക്കുന്ന കാർത്തിയെ. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നിന്നു. കാർത്തി വേഗം തന്നെ ഷർട്ട് എടുത്ത് ധരിച്ചു. തനിക്കുള്ള മുണ്ടും നേരിയതുമൊക്കെ അവിടെ ഇരിപ്പുണ്ട് പറഞ്ഞുകൊണ്ട് അവൻ മുറിയിൽ നിന്നും ഇറങ്ങി. കുറച്ചു കഴിഞ്ഞതും അവളും റെഡിയായി അമ്പലത്തിലേക്ക് പോവാനായി ഇറങ്ങി വന്നു. കരിനീല കരയുള്ള ഒരു സെറ്റാണ് പത്മ ഉടുത്തിരുന്നത്. ഏടത്തി, നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഏടത്തിക്ക് ഇത് നന്നായി ഇണങ്ങുന്നു. മീനൂട്ടി പറഞ്ഞപ്പോൾ അവൾ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. അച്ഛനോടും അമ്മയോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും കാർത്തി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. നടന്നു പോവാനുള്ള ദൂരമുള്ള ഏടത്തി, മീനൂട്ടി പറഞ്ഞു. എങ്കിൽ നടന്നു പോവാല്ലേ? അവൾ കാർത്തിയെ നോക്കി ചോദിച്ചു. കുഴപ്പമില്ല, താൻ കയറിക്കോ, അധികം പരിചയമില്ലല്ലോ. കാർത്തി പറഞ്ഞപ്പോൾ പത്മ അവൻ്റെ പിന്നിലേക്ക് കയറി. രണ്ടാളും പോകുന്നത് നോക്കി നിറഞ്ഞ മനസ്സോടെ വാതിൽക്കൽ സീതയും മീനൂട്ടിയും നിന്നു. കാർത്തിയുടെ പിന്നിലിരുന്ന് പോകുമ്പോൾ പത്മ നോക്കി കാണുകയായിരുന്നു ആ ഗ്രാമത്തെ. ഒരു ചെമ്മൺ പാതയിലൂടെയാണ് വണ്ടി പോകുന്നത്. കാർത്തിയാണെങ്കിൽ മെല്ലെയാണ് ഓടിക്കുന്നതും. പത്മയ്ക്ക് വണ്ടിയിൽ കയറുവാൻ അല്പം പേടിയുള്ളതുപോലെ അവന് തോന്നിയിരുന്നു. ഇടയ്ക്കൊരു തവണ അവൻ്റെ തോളിൽ കൈവച്ചു. എങ്കിലും അല്പം കഴിഞ്ഞതും അവൾ അതെടുത്തു മാറ്റി. അമ്പലത്തിലേക്ക് പെട്ടെന്നെത്തിയിരുന്നു. മീനൂട്ടി പറഞ്ഞ പോലെ അധിക ദൂരമില്ലെന്ന് അവൾക്കും തോന്നി. പച്ചപ്പ് നിറഞ്ഞ പാടശേഖരങ്ങൾ ഒരു വശത്തായി. ഇടയ്ക്കൊക്കെ പറങ്കിമാവ് റോഡിൻ്റെ ഓരം ചേർന്ന് നിൽപ്പുണ്ട്. ഒരു വശത്തായി അമ്പലക്കുളമുണ്ട്. കുറച്ച് കുട്ടികൾ അവിടെ കുളിക്കുന്നു. ചെറിയ മഞ്ഞും തണുപ്പും ഒക്കെ കൂടി ആ പുലരി വളരെ മനോഹരമായിരുന്നു. പ്രത്യേകിച്ച് ആ അമ്പലനടയിലെത്തുമ്പോൾ. മഹാദേവനായി ഒരു കൂവളത്തിൻ മാലയും പാർവതി ദേവിക്കായി തെച്ചിയും തുളസിയും കോർത്ത ഒരു മാലയും മേടിച്ചു കാർത്തി. അവൻ്റെ അരികത്തായി പത്മയുണ്ടായിരുന്നു. അവൻ ആദ്യം കൂവളമാല എടുത്ത് പത്മയുടെ കയ്യിലേക്ക് കൊടുത്തു. നടയിൽ വെക്കരുത്, അവിടെ ഒരു താലമുണ്ട്, അതിൽ സമർപ്പിച്ചാൽ മതി. കാർത്തി പറഞ്ഞതും അവൾ തല കുലുക്കി. എത്ര സ്നേഹത്തോടെയാണ് മാഷ് എല്ലാം പറഞ്ഞു തരുന്നത്. അവൾക്ക് തൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ മാഷിക്ക് എന്നോട് സ്നേഹം ഉണ്ടാവും, അവൾ ഓർത്തു. പത്മ, കാർത്തി വിളിച്ചതും അവൻ്റെ പിന്നാലെ പത്മ അമ്പലത്തിനുള്ളിലേക്ക് കയറി. മഹാദേവ,
ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒന്നുമില്ല. ഒന്നും വേണ്ട എനിക്ക്. പക്ഷേ എൻ്റെ മാഷിനെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് മാഷ്. അദ്ദേഹത്തിന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും അങ്ങേക്കറിയാലോ. അതുകൊണ്ട് ഇനിയും വിഷമങ്ങളൊന്നും നൽകാതെ ഞങ്ങളെ രണ്ടാളെയും സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കണേ. എൻ്റെ മാഷിനെ വിട്ട് എവിടേക്കും പോകാൻ എനിക്ക് സാധിക്കില്ല, എൻ്റെ മരണത്തിലൂടെ അല്ലാതെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കാർത്തി അവളുടെ തോളിൽ കൈവച്ചു. അപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. എന്തുപറ്റി? പത്മയുടെ നിറഞ്ഞൊഴുകുന്ന മിഴികൾ കാണുകെ അവന് വല്ലാത്ത വേദന തോന്നി. ഒന്നുമില്ല, ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്, നന്നായി പ്രാർത്ഥിച്ചോളൂ. അതും പറഞ്ഞുകൊണ്ട് അവൻ തെച്ചിപ്പൂവിൻ്റെ മാലയെടുത്ത് അവൾക്ക് കൊടുത്തു. ഭഗവാന്റെ പിന്നിലാണ് പാർവതീദേവിയുടെ നട, ഇതവിടെ വയ്ക്കാം. അവൻ നടന്നുകൊണ്ട് പറഞ്ഞു. രണ്ടാളെയും കൂടി ഒരുമിച്ചാണ് നടക്കി നിന്ന് തൊഴുതത്. സർവാഭരണ വിഭൂഷിതയായ പാർവതീദേവി ചുണ്ടിൽ ഒരു മന്ദസ്മിതത്തോടെ നിലകൊള്ളുകയാണ്. രണ്ടാളൂടി നന്നായി പ്രാർത്ഥിച്ചിട്ട് സമർപ്പിച്ചോളൂ, കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. നാരായണൻ നമ്പൂതിരി കോവിലിൻ്റെ ഉള്ളിൽ നിന്നും ഇറങ്ങി വന്നു. എന്നിട്ട് കാർത്തിയോടായി പറഞ്ഞു. തിരുമേനി പറഞ്ഞതിൻ പ്രകാരം അവർ തട്ടത്തിലേക്ക് മാല സമർപ്പിച്ചു. ഈ സിന്ദൂരം കുട്ടി അണിയിച്ചോളൂ. തീർത്ഥം സേവിച്ച ശേഷം തിരുമേനി കൊടുത്ത ഇലച്ചീന്തിൽ നിന്നും ഒരല്പം കുങ്കുമമെടുത്ത് കാർത്തി പത്മയുടെ നെറുകയിൽ തൊടുവിച്ചു. അവൾക്കാണെങ്കിൽ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. തൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ട പോലെ അവൾക്കപ്പോൾ തോന്നി. അവൾ കാർത്തിയുടെ മുഖത്തേക്ക് പാളി നോക്കി. ആകെയുള്ള ഒരു സങ്കടം ഇതാണ്, ഈ മാഷിനൊന്ന് ചിരിച്ചൂടെ? എപ്പോഴും ഇങ്ങനെ ഗൗരവത്തിലാണോ ആവോ? ഈ സ്ഥായി ഭാവം മാത്രം തന്നെ തളർത്തുന്നുണ്ട്. അവൻ അവളുടെ കൈത്തണ്ടയിൽ മെല്ലെ തോണ്ടി. എന്താണിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ? പോകണ്ടേ? പരിചയക്കാരോടൊക്കെ സംസാരിച്ച ശേഷം കാർത്തിയും പത്മയും കോവിലിൻ്റെ വെളിയിലേക്ക് വന്നു. കാർത്തിയേട്ടാ. പിന്നിൽ നിന്നും ഒരു വിളി. ആളെ മനസ്സിലായതും കാർത്തി തിരിഞ്ഞു. ദേവു. അവൻ മെല്ലെ പറഞ്ഞു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി തങ്ങൾക്കരികിലേക്ക് നടന്നു വരുന്നവളെ കാർത്തി നോക്കി. ആകെ കോലം കെട്ട പോലുണ്ട്. കണ്ണൊക്കെ ചുവന്ന് കലങ്ങി, മുഖമൊക്കെ വീർത്ത് കെട്ടിയിരിക്കുന്നു. എനിക്ക് കഴിയുന്നില്ലേട്ടാ, സത്യമായിട്ടും കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല. എന്നെ മറന്നോ ഏട്ടാ? യാതൊരു മുഖവുരയും കൂടാതെ തന്നോട് പറയുന്നവളെ കാർത്തി നോക്കി. തുടരും.